ലേക്ക് ഡിസ്ട്രിക്ട് ട്രിപ്പിൻ്റെ അവസാന ദിവസം ഞങ്ങൾ ഫാം ഹൗസ് ഒക്കെ വെക്കേറ്റ് ചെയ്ത് പുറത്തെല്ലാവരും ഇറങ്ങി നിൽക്കുവാണ്. അപ്പം ഞാൻ ഇതുവരെ അതിൻ്റെ അകംവശം കാണിച്ചില്ലായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ അകംവശം ഒന്ന് കണ്ടു നോക്കാം. കയറുമ്പം റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഡബിൾ ബെഡ്റൂമാണ് ഉള്ളത്. ഞങ്ങളോട് വെക്കേറ്റ് ചെയ്ത സമയമായതുകൊണ്ട് എല്ലാ ബെഡ്ഷീറ്റും ഊരി തറയിലിടാൻ പറഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ തറയിലാണ്. അടുത്തായിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വലിയ കിച്ചണാണ്. കിച്ചൻ്റെ സെൻറ്ററിൽ തന്നെ ഡൈനിങ് ടേബിളും 6 ചെയേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് വീണ്ടും ഡൈനിങ് ടേബിളും ചെയേഴ്സും ഉണ്ട്. പിന്നെ ഒരു യൂട്ടിലിറ്റി റൂമാണുള്ളത്. അതിനകത്ത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഡ്രയറും ഒക്കെ ഉണ്ട്. അവിടുന്ന് നേരെ നമ്മൾ ഡോർ വഴി പുറത്തോട്ടാണ് വീടിൻ്റെ ഇറങ്ങുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡ് ഗാർഡനാണ്. അവിടെ ഗാർഡൻ ടേബിൾ 2 ഉണ്ട് വിത്ത് ചെയേഴ്സും പിന്നെ ഒരു ജക്കൂസി ഉണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ ഗ്യാസ് ഉള്ള ബാർബിക്യൂ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. ഗ്യാസ് ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ വീടിനകത്തോട്ട് കയറുവാണെങ്കിൽ നമ്മൾ നേരെ അടുക്കളയിൽ കൂടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ലെഫ്റ്റിലായിട്ട് ആദ്യത്തെ ബാത്റൂമാണുള്ളത്. അത് കഴിഞ്ഞാൽ ആ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെ വീണ്ടും ഒരു ഡബിൾ ബെഡ് വിത്ത് ആ മുറിയിൽ തന്നെ ഒരു സിംഗിൾ ബെഡ് കൂടെ ഉള്ള ഒരു മുറിയാണ്. വീണ്ടും അതിൻ്റെ തൊട്ടടുത്തായിട്ട് 3ാമത്തെ ബെഡ്റൂം, അവിടെ ഒരു ഡബിൾ ബെഡാണുള്ളത്. അങ്ങനെ താഴെ മൊത്തത്തിൽ 3 ബെഡ്റൂമും ഒരു കിച്ചണും ഒരു യൂട്ടിലിറ്റി റൂമും ഒരു ഡൈനിങ് റൂമുമാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ബാക്കി ബെഡ്റൂംസ് ഒക്കെ ഉള്ളത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മച്ചാൻ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ മേളിലോട്ട് ചെല്ലുമ്പം ആദ്യം കാണുന്നതാണ് ഇതിൻ്റെ ലോഞ്ച്. ഈ വീടിൻ്റെ ഹാൾ എന്ന് പറയുന്നത് മേളിലാണ്. അപ്പോൾ അവിടെ ഒരു സോഫയും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ഹാള് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യത്തെ ബെഡ്റൂം കിട്ടും. അതായത് 4ാമത്തെ ബെഡ്റൂം ഈ വീട്ടിലെ. അത് എൻസ്യൂട്ട് ബാത്റൂം ഉള്ളൊരു മുറിയാണ്. അങ്ങനെ മേളിൽ നമ്മൾ 4 ബെഡ്റൂം കണ്ടു ഇപ്പോൾ ഇതുവരെ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അടുത്തായിട്ട് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ വീട്ടിലെ 6ാമത്തെ ബെഡ്റൂം. അതിനകത്തും ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡുമാണ് ഉള്ളത്. അപ്പം ആ റൂമിനും ഒരു എൻസ്യൂട്ട് ബാത്റൂം ഉണ്ട്. പക്ഷേ ആ ബാത്റൂമിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ റൂമുമായിട്ട് ഷെയർഡാണ്. 2 ഡോറാണ് ബാത്റൂമിനുള്ളത്. 2 റൂമിൽ നിന്നും ആക്സസ് ചെയ്യാം. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഇതിനൊക്കെ പുറമെ ആ ഫാം ഹൗസിൽ തന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് കണക്ഷൻ ഇല്ലാതെ തന്നെ വേറൊരു ഫ്ലാറ്റ് ഉണ്ട്. അതൊരു 1 ബെഡ്റൂം ആയിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. അപ്പം ഇതും റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞു, നീ ഏതായാലും വീഡിയോ എടുക്കുമല്ലേ, ഇതും കൂടെ വീഡിയോ എടുത്തോളാൻ. സംഭവം ഇതൊരു 1 ബെഡ്റൂം ഫ്ലാറ്റാണ്. മാസീവായിട്ടുള്ള ഒരു കിച്ചൺ ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഹാള് താഴെയുണ്ട്. പിന്നെ ഇതിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത് മേളിലാണ്. അത് ഈ സ്റ്റെപ്പ് കയറി മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കാണാം അത് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളത് ഈ 1 ബെഡ്റൂം ഫ്ലാറ്റിനാണെന്നാണ് കേട്ടോ അണ്ണം പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം എന്ന് പറയുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ആ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യുന്ന ആളാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഓണർ. മച്ചാൻ്റെ പേര് ജൊനാഥൻ എന്നാണ്. ഒരു അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഏതോ ഒരു പരിസരത്താണ് അണ്ണൻ താമസിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും നമുക്ക് ആളെ കിട്ടും. പുള്ളി ഒരു നൈസ് മനുഷ്യനാണ് കേട്ടോ. ജൊനാഥൻ അണ്ണനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പതുക്കെ വിട്ടു. അടുത്ത ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി റൂം ക്ലീനിങ്ങിനെ തിരക്കിലാണ് മച്ചാൻ. രാവിലെ ഞങ്ങൾ നേരെ പോയത് ഹാർവർത്ത് വൈറ്റ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ്. അവിടെയുള്ള കൽക്കരി തീവണ്ടിയിൽ കയറാനാണ്. ഇത് ഇവിടുന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു തീവണ്ടിയാണ്. ഇത് 3 സ്റ്റേഷനിലേക്ക് പോകും. 3 സ്റ്റേഷൻ കഴിയുമ്പം തിരിച്ചു വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നമുക്ക് വേണേൽ ക്രൂയിസിൻ്റെ ടിക്കറ്റും കൂടെ ഒന്നിച്ചെടുക്കാം. അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോട്ടേ കയറാം. അപ്പോൾ ഇവിടെ ഒരുപാട് യാത്രക്കാർ വരുന്ന ഒരു തീവണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് ആദ്യം ചെന്ന സമയത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം 1 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അടുത്ത ട്രെയിനാണ് ഞങ്ങൾ കയറിയത്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളവിടെ ട്രെയിൻ വന്നു കഴിഞ്ഞാണ് എൻജിൻ കൊണ്ട് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്യുന്നത്. കുറച്ച് നേരം അത് നോക്കി നിന്നു. പഴയ കാലത്ത് ആ സിനിമയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലെ പുക തുപ്പുന്ന ആ ഒരു കൽക്കരി തീവണ്ടി അവിടെ കണക്ട് ചെയ്യുന്നതൊക്കെ കുറേ നേരം അവിടെ നോക്കി നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ മാത്രമല്ല കേട്ടോ, ഈ കൽക്കരി തീവണ്ടിയുടെ എൻജിൻ ഫിറ്റ് ചെയ്യുന്നതാണ് എന്നെപ്പോലെ ഒത്തിരി പേര് വട്ടത്തിൽ നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുപാട് പേര് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം ഒത്തിരി പേര് കണ്ടിട്ടില്ലാത്ത കാഴ്ചകളായതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. എന്തായാലും ഒത്തിരി പേര് ഇത് കാണാൻ നിൽപ്പുണ്ടായിരുന്നു. ഏകദേശം 3/4 മണിക്കൂർ നീണ്ട ആ ഒരു ട്രെയിൻ യാത്ര ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇത്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ദ ബ്രിഡ്ജ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ബ്രിഡ്ജ് ഹൗസ് കാണാൻ വേണ്ടിയാണ്. ആമ്പൽ സൈഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ ഒരു ബ്രിഡ്ജിൻ്റെ മേളിലിരിക്കുന്ന ആ ഒരു ചെറിയ വീട് കാണാനാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട സ്ഥലം ഇതാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഞങ്ങൾ ചെന്നപ്പം സംഭവം ക്ലോസ്ഡ് ആയിരുന്നു. അകത്തേക്കുള്ള പ്രവേശനം ഇല്ലായിരുന്നു. പുറത്ത് നമുക്ക് ഫോട്ടോ എടുക്കാമായിരുന്നു. ഒരു ബ്രിഡ്ജിൻ്റെ മേളിലായിട്ടാണ് ഈ ഒരു ചെറിയ വീടിരിക്കുന്നത്. അപ്പം താഴെ മുറി മേളിലും മുറിയുള്ള ഒരു ചെറിയ വീടാണിത്. അപ്പോൾ ഇത് കാണാൻ ഒത്തിരി പേര് അവിടെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ക്യൂ ഒക്കെ നിന്നതിന് ശേഷമാണ് ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത്.
ഈ ടൈനി ആയിട്ടുള്ള ഈ ബ്രിഡ്ജ് ഹൗസിൽ 2 മുറിയാണുള്ളത്. 17th സെഞ്ച്വറിയിലാണ് ഇത് ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനുണ്ടാക്കിയതിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ലാൻഡ് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ബ്രിഡ്ജിൻ്റെ മേളിൽ ഉണ്ടാക്കി വെച്ചെന്ന് പറയപ്പെടുന്നു. പിന്നെ ഇതിനകത്തുള്ള ഈ 2 ബെഡ്റൂമിലായിട്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും 6 കുട്ടികളും താമസിച്ചിരുന്നു എന്നും ഇതിനകത്ത് പറയപ്പെടുന്നുണ്ട്. എന്തായാലും സംഭവം ഇപ്പം ആമ്പൽസൈഡ് ടൗണിൻ്റെ ഒരു ഐക്കോണിക് മാർക്കായിട്ടാണ് അവകാശപ്പെടുന്നത്. ഇത് കാണാനായിട്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിപ്പം പ്രൊട്ടക്റ്റ് ചെയ്ത് വരുന്നത് നാഷണൽ ട്രസ്റ്റാണ്. അപ്പം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ലാർജ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് വരാനും പോകാനും വണ്ടി പാർക്ക് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. പിന്നെ ഞങ്ങളാണേലും ആവശ്യത്തിൽ കൂടുതലും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. കാരണം എല്ലാവർക്കും നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും എടുക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല, ചെറിയൊരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ കാർ പാർക്കിലേക്ക് വിട്ടു. ഇത് കണ്ടില്ലേ, അതിൻ്റെ നേരെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ വലിയൊരു കാർ പാർക്കാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇവിടെ കാണാൻ പോകണമെന്നുണ്ടെങ്കിലും ഒത്തിരി നടക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രിഡ്ജ് ഹൗസ് നേരെ ഇരിക്കുന്നു. അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ചെറിയൊരു പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ കാർ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അവിടെ തന്നെയുണ്ട്. അടുത്തായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നത് ക്രിക്സ്റ്റോൺ പാസ് ആണ്. അപ്പം ലേക്ക് ഡിസ്ട്രിക്റ്റിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ റോഡുകളിൽ ഒന്നാണ് ക്രിക്സ്റ്റോൺ പാസ് എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ക്രിക്സ്റ്റോൺ പാസിൽ എത്തിയിട്ടുണ്ട്. ക്രിക്സ്റ്റോൺ പാസിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ക്രിക്സ്റ്റോൺ ഇൻ എന്ന് പറയുന്ന ഒരു പബ്ബുണ്ട്. ആ പബ്ബിൻ്റെ അവിടെ ലാവിഷായിട്ട് വണ്ടിയൊക്കെ ഇടാനുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. സോ അവിടെ നിന്നുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഏകദേശം ടോപ്പായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ക്രിക്സ്റ്റോൺ പാസ് ഇൻ എന്ന് പറയുന്നത്. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഒരു വഴികളൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പാമ്പൊക്കെ ഇടഞ്ഞു പോകുന്ന പോലെയാണ്, വളഞ്ഞു പോകുന്ന അത്രയും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കിട്ടിലം വ്യൂ ആണ്. 3 സൈഡിൽ നിന്നുള്ള വഴികൾ നമുക്ക് ആ മേളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പം അതൊരു കാണേണ്ട കാഴ്ച എന്ന് തന്നെയാണ് പറയേണ്ടത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ക്രിക്സ്റ്റോൺ പാസ് എന്നുള്ളത്. അപ്പം ലേക്ക് ഡിസ്ട്രിക്റ്റ് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ക്രിക്സ്റ്റോൺ പാസ് എന്ന് പറയുന്ന ആ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ ക്രിക്സ്റ്റോൺ പാസിൽ കൂടെ വണ്ടി ഓടിക്കുക എന്നുള്ളത് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല. 2 ട്രാക്കുണ്ട്. നമുക്ക് സമാധാനപരമായിട്ട് വണ്ടി ഓടിച്ച് പോകാനായിട്ട് ഇവിടെ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി നിർത്തിയിടാനും നമുക്ക് കാഴ്ചകൾ കാണാനും ഒക്കെ ഒത്തിരി പാർക്കിംഗ് സ്പേസുകളും അവർ തരുന്നുണ്ട്. ഒരു ന്യൂ ഡ്രൈവർ ആണെങ്കിൽ പോലും ഇതിലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത്ര നല്ല വഴിയും അതുപോലെ തന്നെ വീതിയുള്ള സ്ഥലങ്ങളാണ്. പിന്നെ പല സ്ഥലങ്ങളിലും വണ്ടി പാർക്ക് ചെയ്യാം, ധൈര്യമായിട്ട് പോകാൻ പറ്റുന്ന ഒരു റോഡാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു, ലേക്ക് ഡിസ്ട്രിക്റ്റിൽ വരുവാണെങ്കിൽ ക്രിക്സ്റ്റോൺ പാസ് ഒഴിവാക്കാതിരിക്കുക. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാണ്. പിന്നെ ആ ഒരു കാഴ്ചകൾ കണ്ടവർ ഒരു കാലത്തും മറക്കത്തില്ല. കാരണം അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കിട്ടും. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും UK വെതർ നോക്കാതെ എവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ UK എവിടെ കറങ്ങാൻ പോകുമ്പോഴും വെതർ ചെക്ക് ചെയ്യുക. നല്ല വെതർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാവുള്ളൂ. ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നമ്മുടെ അനിയൻ മൈക്കിളും വൈഫും കൂടെ അവരുടെ ട്രിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നേരെ വണ്ടിയെടുത്ത് സ്കോട്ട്ലൻഡിന് പോയി. അവരൊരാഴ്ചത്തെ സ്കോട്ട്ലൻഡ് യാത്രയ്ക്കായിട്ട് ഇവിടുന്ന് തുടക്കം കുറിക്കുകയാണ്. അവർ വന്നപ്പോഴേ 2 ആഴ്ചക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. ബാക്കി ഞങ്ങളെല്ലാവരും അവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. കാരണം നമുക്കൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് 2ആയിട്ട് പിരിഞ്ഞു. ഒരു വണ്ടി നേരെ സ്കോട്ട്ലൻഡിനും ബാക്കിയുള്ളവർ നേരെ വീട്ടിലേക്കും പോന്നു. തിരിച്ചു വന്ന വഴിക്കും ഞങ്ങൾ പ്രസ്റ്റണിലുള്ള ജോയ് ചേട്ടൻ്റെ കിച്ചണിൽ കയറി അവിടുന്ന് കപ്പ ഇറച്ചി നിന്നു. അടിപൊളിയായിരുന്നു. ആവശ്യത്തിന് ക്വാണ്ടിറ്റിയും ഡീസൻറ്റ് റേറ്റും ആയിരുന്നു. അപ്പം ഇവിടുത്തെ ഫുഡ് കഴിപ്പൂടെ കഴിഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരും ട്രിപ്പ് ഇവിടുന്ന് അവസാനിപ്പിച്ചു. പല വഴിക്കായിട്ട് പിരിഞ്ഞു. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ.